അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇവൻ ചെയർ, ജഡ്ജസ്, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഓരത്തിന് ശേഷം അവതരിച്ച സൂറ ഖമറിലെ ആവർത്തിച്ചു വരുന്ന ഒരായത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഈ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരുണ്ട് ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കണമെങ്കിൽ വ്യക്തമായ ദൃഷ്ടാന്തം കാണണമെന്ന് മക്കയിലെ സത്യനിഷേധികൾ ശഠിച്ചപ്പോൾ അവർക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തുവെന്നും മക്ക നിവാസികൾ അത് കണ്ടുവെന്നും ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഇത് വെറും മായാജാലമാണെന്ന് പറഞ്ഞ് അവരതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത് തന്നെയല്ലേ മുൻ സമുദായക്കാരും ചെയ്തത്. 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വിരലിലെണ്ണാവുന്ന അനുയായികളെ മാത്രമാണ് നൂഹ് നബി അലൈഹി സ്വലാമക്ക് ലഭിച്ചത്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞാൻ പരാജിതനായിരിക്കുന്നു, ഇവർക്കെതിൽ ശിക്ഷാ നടപടിയെടുക്കണേയെന്ന്. അങ്ങനെ ഒരു മഹാപ്രളയം കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിക്കുകയാണുണ്ടായത്. പിന്നീട് ആദ് സമുദായത്തിനും സമൂദ് സമുദായത്തിനും ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ജനതക്കും ഫിർഔനിൻ്റെ ആൾക്കാർക്കും അള്ളാഹു നൽകിയിട്ടുള്ള താക്കീതുകളും ഇഹലോകത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ശിക്ഷകളുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഇവിടെ ഓരോ സമുദായത്തിനെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഈ ആയത്ത് ആവർത്തിക്കുന്നതായി കാണാം. ഇതിൽ നിന്നും എന്നെയും നിങ്ങളെയും അറബ് സമുദായത്തിനെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു 43-ാം ആയത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് കാണാം: ഹേ അറബികളെ, നിങ്ങളുടെ കൂട്ടത്തിലെ സത്യനിഷേധികൾ അവരെക്കാളും ഒക്കെ ഉന്നതന്മാരാണോ? അതോ നിങ്ങൾക്ക് പ്രമാണങ്ങളിൽ വല്ല ഒഴിവുമുണ്ടോ? ഇതിൽ നിന്നും ഇന്ന് കാണുന്ന പല ദുരന്തങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ ചെയ്തികളാണെന്ന് മനസ്സിലാക്കാൻ, ചെയ്തികൾ മൂലം അള്ളാഹു നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ഗ്രാഹ്യതയുടെ ഒന്നും ആവശ്യമില്ല. ശിക്ഷ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കി ജീവിക്കാനാണ് അള്ളാഹു നമ്മോട് ഉണർത്തുന്നത്. സത്യാന്വേഷണ മനസ്സോടും ഉറ്റാലോചനയോടും കൂടി അതിനെ സമീപിക്കുന്നവർക്ക് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഖുർആനിൽ പലയിടത്തും പറയുന്നതായി കാണാം. സുബ്ഹാനല്ലാഹ്. മനുഷ്യജീവിതത്തിലെ നിഖില വശങ്ങളെയും പരാമർശിക്കുന്ന ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഖുർആൻ എന്ന അമാനുഷിക ഗ്രന്ഥം. ലോകാവസാനം വരെ അള്ളാഹു അതിനെ യാതൊരു വ്യതിയാനവും കൂടാതെ നിലനിർത്തുമെന്നും അതിനെ പിൻപറ്റി ജീവിക്കുന്നവർക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകുമെന്നും അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൂറ ലൈലിൽ അള്ളാഹു പറയുന്നത് കാണുക: ഫഅമ്മാമിൻ ഔത്വ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. ഒരാൾ ദാനം ചെയ്യുകയും തഖ്വയോട് കൂടി ജീവിക്കുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കും. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു എളുപ്പം നൽകുമെന്ന് ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ചതായി കാണാം. ഇതുതന്നെയല്ലേ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. റബ്ബന ആത്തിന മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദ എന്ന് ആ യുവാക്കൾ പ്രാർത്ഥിച്ചപ്പോൾ 300-ൽ പരം വർഷങ്ങൾ ഗുഹയിൽ ഉറക്കിക്കിടത്തിയ സംഭവം സൂറ കഹ്ഫിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അറബികൾക്ക് അതിനു മുമ്പ് തന്നെ ഇതൊരു ഐതിഹ്യമായി അറിയാമായിരുന്നു. പിന്നീട് ഖുർആൻ പറയുന്നുണ്ട്: ഗുഹാവാസികളുടെ സംഭവം വലിയൊരു ആശ്ചര്യമായി നിങ്ങൾ കാണേണ്ടതില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പലയിടത്തും ഖുർആൻ നമ്മോട് ഉണർത്തുന്നുണ്ട്. ഖുർആൻ അതായത് ഹൃദയത്തെ പാപങ്ങളിൽ നിന്നും ശുദ്ധിയാക്കണമെന്ന് സൂറ മുത്തഫിഫിനിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതായത് വിനയമുള്ള ഹൃദയത്തോടും ഇഖ്ലാസോടും ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി മാത്രമേ നാം അതിനെ സമീപിക്കാവൂ. എങ്കിൽ മാത്രമേ നമുക്കതിലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. സൂക്ഷ്മത പാലിക്കുകയും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് ഖുർആനിൽ പറഞ്ഞത് കാണാം. അതായത് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അവൻ എന്ന് സൂറ മുൽക്കിലും സൂറ അറാഫിൽ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വന്ന ഒരു ഹദീസ് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയം പാപരഹിതമാണെങ്കിൽ ഖുർആനോട് നമുക്ക് മടുപ്പ് തോന്നുകയില്ല. അപ്പോൾ നമ്മുടെ പാപങ്ങളാണ് നമ്മെ അതിലേക്ക് അടുപ്പിക്കാത്തത് എന്നത് ചിന്തനീയമായ ഒരു കാര്യം തന്നെയാണ്. അല്ലാഹുമ്മ
യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക എന്ന ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയും റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ എന്ന പ്രാർത്ഥനയും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനം ഇങ്ങനെ കാണാം. അത് കെട്ടിയിട്ട ഒട്ടകം പോലെയാണ്, കുതറി മാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും അതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു നബിവചനത്തിൽ ഇങ്ങനെ കാണാം, നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു തരം കറുത്ത പുള്ളി അവശേഷിക്കും. നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ അത് മായ്ക്കപ്പെടും, അല്ലെങ്കിൽ അത് വർദ്ധിച്ച് ഒരു തരം മുദ്ര വെക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. പാപരഹിതരായവർക്ക് മാത്രമേ ഖുർആൻ ഗ്രഹിക്കുകയുള്ളൂ എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിൽ കിബറുള്ളവർക്കും മറ്റുള്ളവരെ ചെറുതാക്കി കാണാൻ ശ്രമിക്കുന്നവർക്കും ഒരിക്കലും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുകയില്ല. സൂറ യാസീനിൽ പറഞ്ഞ ബധിരന്മാരും ഊമകളുമാണവർ. അവരുടെ പിരടികൾ ബന്ധനത്തിലാണ്. പരിശുദ്ധ ഖുർആനെ ഇജ്തിഹാദ് ചെയ്തും ഇഖ്ലാസോടു കൂടിയും പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.